നടൻ ജഗതി ശ്രീകുമാറിന് വിഷു കൈനീട്ടം നൽകാൻ എം ഹസൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ്. കുറച്ചുകൂടെ നല്ല ഒരു ഫീൽ ഗുഡ് മൂവീസ് അത് കാണാം. പിന്നെ തിയേറ്ററിലൊക്കെ അങ്ങനെ പോയി കൊണ്ടുപോയിട്ട് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പോയി അങ്ങനെ കുറച്ചിങ്ങനെ റാമ്പൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ളടത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കൊണ്ടുപോകും. ബാക്കി നമ്മളങ്ങനെ ജഗതി ശ്രീകുമാറിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഹസൻ എത്തിയിരിക്കുന്ന ഒരു വിഷു കൈനീട്ടം കൊടുക്കാനാണ്. പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ വിഷു ദിവസത്തിൽ എന്നുള്ളതാണ്. അങ്ങോട്ട് സംസാരിക്കുന്നതോട് തലയാട്ടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജഗതി. അദ്ദേഹത്തിന് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മകൾ പറയുന്നത് ഇപ്പോൾ സിനിമകളൊക്കെ കാണാറുണ്ട് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഷിൻ ഡിയാഗുണ്ട്. അഷിൻ, ഈ വിഷു ദിവസത്തിൽ ജഗതിയെ കണ്ട് ഒരു പൊന്നാട അണിയിച്ചിരിക്കുകയാണ് എം ഹസൻ, LDF കൺവീനർ. തീർച്ചയായും പതിവ് തെറ്റിക്കാതെ എല്ലാ വിഷുവിനും എം ഹസൻ ഈ ജഗതി ശ്രീകുമാറിന്റെ വീട്ടിൽ വിഷു കൈനീട്ടവുമായി എത്താറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. അദ്ദേഹം അല്പസമയം മുമ്പാണ് ജഗതി ശ്രീകുമാറിന്റെ വീട്ടിൽ വസതിയിലേക്ക് എത്തി ഇപ്പോൾ കൈനീട്ടം നൽകി പൊന്നാടയൊക്കെ എണീച്ച് അദ്ദേഹവും കുടുംബവുമായി സംസാരിക്കുന്നത്. മകൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. വിഷു ദിവസമായതുകൊണ്ട് തന്നെ മക്കളും എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ അദ്ദേഹത്തിന്റെ കൽപ്പിശാലയിലുള്ള വസതിയിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇവിടെ എത്തി ഈ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് ജഗതി ശ്രീകുമാരൻ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് അറിയുന്നുമുണ്ട്. എല്ലാ വിഷുവിനും എം ഹസൻ ജഗതി ശ്രീകുമാറിന് കൈനീട്ടം നൽകുന്നതിന് വേണ്ടി വീട്ടിൽ എത്താറുണ്ട്. ഇത്തവണയും ആ ഒരു പതിവ് അദ്ദേഹം തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം അല്പസമയം തന്നെ പുറത്തേക്ക് വന്ന് നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹം ഈ വർഷങ്ങളായുള്ള ഒരു സൗഹൃദമാണ്, അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇത്തരത്തിലുള്ള വിഷു കൈനീട്ടങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹം ഇത്തവണയും ഈ ഒരു പതിവ് തെറ്റിക്കാതെ ഇവിടേക്ക് എത്തി കുടുംബാംഗങ്ങളുമായി ഒക്കെ സംസാരിച്ച് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഇന്ന് ഈ വീട്ടിൽ പ്രത്യേക കണിയൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിഷു ആയതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഈ നേരത്തെ തന്നെ വീട്ടിൽ നടന്നതാണ്. ഇപ്പോൾ ജഗതി ശ്രീകുമാറിന്റെ കുടുംബാംഗങ്ങളുമായി എം ഹസൻ സംസാരിച്ച് വരികയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ സൗഹൃദ സംസാരത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും പതിവ് തെറ്റിക്കാതെ എം ഹസൻ എത്തി എന്നുള്ളതാണ്. എല്ലാ വിഷുവിനും എം ഹസൻ ഇങ്ങനെ ജഗതിയുടെ വീട്ടിലെത്താറുണ്ട് എന്നുള്ളതാണ്. ഒരു വിഷു കൈനീട്ടം നൽകുകയും പൊന്നാട അണിയിക്കും. അത് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്.